വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്കപ്പോൾ ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് മോർണിംഗിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഒരു 23,900 നമുക്കൊരു പിൻ ബാർ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് എടുക്കാം. നമ്മുടെ സേഫ് ട്രേഡേഴ്സിനുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 24,000 ആണ് നമ്മൾ പറഞ്ഞത്. അത് അച്ചീവ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു പിൻ ബാർ ഇതല്ല, നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ടൈപ്പ് പിൻ ബാർ ക്യാൻഡിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി പിൻ ബാർ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ് ആയിരുന്നു. കാരണം ന്യൂസ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HMPV എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അതിനുശേഷമുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള ട്രേഡ്സ് എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാം, അതിനകത്ത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് ട്രേഡ് എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്കിത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. നമുക്ക് ഈ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാണിച്ചു തരാം. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇത് കണ്ടോ? ഈ ഒരു ഇതുണ്ടോ? ഇവിടെ നിന്ന് ഉണ്ടോ മാർക്കറ്റ് ഒരു കഴിഞ്ഞ ഒരു ഇത് എവിടെ നിന്നിട്ടാണ് ഒരു 21 ഒക്ടോബർ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഈ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് മാർക്കറ്റ് എപ്പോഴായിരിക്കും ഒരു ബിഗ് മൂവ് തരിക? ബിഗ് മൂവ് എപ്പോൾ തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ ഒരു ലെവലിന്റെ മേളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്സൈഡിലോട്ട് നല്ലൊരു മൂവ്മെന്റ് വരും. അഥവാ താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടും നല്ലൊരു മൂവ്മെന്റ് വരും. ഇപ്പൊ നമുക്കൊരു ഷോർട്ട് ടൈം പീരീഡിലോട്ട് പോകാം, ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ട് പോകാം. നമുക്ക് അപ്പോഴും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഈ ഒരു റെക്ടാങ്കുലർ പാറ്റേണിന്റെ ഉള്ളിലും വേറൊരു റെക്ടാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് കണ്ടോ? ഈ ഒരു റെക്ടാങ്കിൾ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? ഒരു റെക്ടാങ്കിൾ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, റെഡ് കളർ ആക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിലോട്ട് പോകാം. നാളെ അഥവാ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടോ മാർക്കറ്റ് നാളെ ഈ ലെവലിന്റെ താഴെ 23,460 23,460 താഴെ ഒരു ക്ലോസിങ് തരുവാണെങ്കിൽ ഞാൻ നാളെ ഒരു പുട്ട് സൈഡിലോട്ട് ഒരു ട്രേഡ് എടുക്കും. അത് ഈ വലിയ മൂവ്മെന്റ് അല്ല, ഒരു ചെറിയൊരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 23 ഒരു 350 ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ ഞാൻ നിൽക്കും. എപ്പോഴാണ്? നാളെ മാർക്കറ്റ് അഥവാ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടോ എപ്പോഴെങ്കിലും ഇതിന്റെ താഴെ ഈ 23,460 താഴെ ക്ലോസിങ് തരുവാണെങ്കിൽ ഞാൻ 23,350 ഒരു 100 പോയിന്റിന് ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യും. ഞാൻ വലിയ മൂവ്മെന്റ് ഒന്നും ഞാൻ പിടിക്കുന്നില്ല, ഒരു 100 പോയിന്റ് മൂവ്മെന്റ് ഞാൻ പിടിക്കുന്നുള്ളൂ. ഓക്കെ, അഥവാ മാർക്കറ്റ് ഇപ്പൊ ഒരു പുട്ട് സൈഡിന്റെ ട്രേഡ് ആണ് ഇപ്പൊ പറഞ്ഞത്. അഥവാ മാർക്കറ്റ് എനിക്ക് ഒരു കോൾ സൈഡിന്റെ ഒരു ട്രേഡ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ലെവൽ 23,786 മേളിൽ മാർക്കറ്റ് അഥവാ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടോ ക്ലോസ് ചെയ്ത് അതവിടെ ക്ലോസിംഗ് നടക്കുക. ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇതൊരു ക്ലോസിംഗ് ആണ്, ഒരു 15 മിനിറ്റ് ക്യാൻഡിലെ ക്ലോസിംഗ് ആണ്. ഇപ്പൊ ഡൗൺ സൈഡ് ആണെങ്കിൽ ഇതൊരു ഡൗൺ സൈഡ് ക്ലോസിംഗ് ആണ്. ഈ റെഡ് ക്യാൻഡിൽ കണ്ട ഇതൊക്കെ ഒരു ഡൗൺ സൈഡ് ക്ലോസിംഗ് ആണ്. ഇത് ഡൗൺ സൈഡ് ക്ലോസിംഗ് ആണ്. ഓക്കെ, ഇതേപോലെ ഒരു ക്ലോസിംഗ് ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു അപ്സൈഡ് ക്ലോസിംഗ് ആണ്.
അപ്പ് സൈഡ് ക്ലോസിംഗ് ഇതേപോലെ ഈ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ 23,9,000 ഈ ഒരു ലെവൽ വരെ ഇതാണ് എൻ്റെ ടാർഗറ്റ്. ഇവിടെ നിന്നും ഹോൾ സൈഡിലും എനിക്കൊരു 100 ആണ്, പുട്ട് സൈഡിലും എനിക്കൊരു 100 ആണ്. എപ്പോഴാണ്, എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. സപ്പോസ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുകയാണ്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം 23,460 ക്ലോസിങ് തരുവാണെങ്കിൽ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് തരുവാണെങ്കിൽ ഞാൻ 350 ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിറങ്ങും. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ വെക്കും. ഒരു 40 പോയിന്റ്, ഒരു 500 വരെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒരു മിനിറ്റ്, ഇതായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. റെഡ് കളറിൽ കൊടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഒരു ബ്ലൂ കളറിൽ കൊടുക്കാം. ഓക്കെ, ഇതായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ ടാർഗറ്റ്. ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അഥവാ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,9,000 ഇതായിരിക്കും എൻ്റെ ടാർഗറ്റ്. ഒരു 100 പോയിന്റിൻ്റെ ഒരു മൂവ്മെന്റ് ആയിരിക്കും. ഇതിനകത്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു 20-25 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാനിരിക്കും. ഓക്കെ, ഒരു 20 പോട്ടെ, ഒരു 50 പോയിന്റ് അതൊക്കെ ഒരു ബിഗ് മൂവ്മെന്റ് ആയിരിക്കും. ഈ ഒരു മൂവ്മെന്റ് 23,728 ഇതായിരിക്കും ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, വലിയ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ഒരു 100 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മാർക്കറ്റ് അവോയ്ഡ് ചെയ്യും. എപ്പോൾ അവോയ്ഡ് ചെയ്യും? ഞാൻ മാർക്കറ്റ് അവോയ്ഡ് ചെയ്യും. മാർക്കറ്റ് അഥവാ ഞാനൊരു ലൈൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റ് അഥവാ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ബിഗ് ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് അപ്പ് അല്ല, ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് എനിക്ക് നാളെ മോർണിംഗിൽ തന്നെ എനിക്ക് ഇവിടെ കിട്ടുവാണ് 23,966 അല്ലെങ്കിൽ 972 ഈ റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഞാൻ മാർക്കറ്റ് അവോയ്ഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അപ്സൈഡ് ട്രേഡ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്രയും ബിഗ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അഥവാ ഞാൻ പുട്ട് സൈഡിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ ഈ സൈഡ് ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് ബിഗ് ആവുന്നത് കൊണ്ട് ഞാൻ നാളെ ഈ ട്രേഡ് അവോയ്ഡ് ചെയ്യും. ഈ ട്രേഡ് അവോയ്ഡ് എന്ന് വെച്ചാൽ ബിഗ് ഗ്യാപ്പ് അപ്പിൽ ഞാൻ ട്രേഡ് അവോയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.